അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തനായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനകളോടെ ചെയ്യുവാനായിട്ട് ദൈവസ്ഥിതിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് രൂപത്തിൽ കിട്ടുന്ന നല്ല സ്ഥാവാസത്തിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ പ്രമാണമായിട്ട് ഹല്ലേലൂയ ഒരു സബ്ജക്റ്റ് ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന്റെ അകത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. വേദപുസ്തകമുള്ളവരൊക്കെ വേദപുസ്തകം എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. Exodus chapter 3 verse 1 to 15. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്നെ അമ്മായിത്തനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവൻ നോക്കിയാറെ ഉൾപ്പടത്തിൽ തീപിടിച്ച് കത്തുന്നു. ഉൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ഉൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് നോക്കട്ടെ എന്ന് മോശെ നോക്കേണ്ടതിന് അവൻ കണ്ടപ്പോൾ ദൈവം ഉൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധഭൂമിയാകിയാൽ ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അവൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാനിയർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശെ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്നരുളി ചെയ്തു. മോശെ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് പിതാക്കന്മാരുടെ ദൈവം അവൻ നാം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. അതിന് മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എന്നേക്കും എന്റെ നാമവും തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളോട് നമുക്ക് ആയിരിക്കാൻ. മോശയുടെ ചരിത്രമാണ് നാം വായിച്ചത്. ഈ ദിവസങ്ങളിൽ എൻകൗണ്ടർ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് എടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ നവംബർ ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു ആഗ്രഹവും ഈ വർഷം കഴിയുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായി ചില എൻകൗണ്ടേഴ്സ് നടക്കണം. അപ്പൊ ഈ എൻകൗണ്ടേഴ്സ് മോശയുടെ ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷം പുറപ്പാടില് നാം മോശയുടെ ജീവിതത്തിൽ നടന്ന ഒരു എൻകൗണ്ടറാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. മോശയുടെ ചരിത്രം നമുക്കറിയാം. മോശ ജനിച്ചപ്പോൾ തന്നെ മോശയെ കൊല്ലുവാനായിട്ടുള്ള പദ്ധതികൾ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ മേല് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മോശയുടെ ജനനം അത് ദൈവത്തിന്റെ ഒരു നിയോഗം, ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നാം ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ, നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യമായിട്ട് നാം ചിന്തിക്കുമ്പോൾ
നാം കാണാത്ത ഒരു തലമുണ്ട്, ആത്മാവിന്റെ തലം, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വേൾഡില് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആക്സിഡന്റൽ ആയിട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഇതിന്റെ പുറകിലൊക്കെ വലിയ പദ്ധതികൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ നാം കാണുന്നത് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നാം കാണുന്നത്. അങ്ങനെ ഒരു ലേവ്യ കുടുംബത്തില് മോശ ജനിച്ചു. മോശ ജനിച്ചപ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, മോശയെ കൊല്ലുവാനായിട്ട് ഇവൻ ജനിക്കാതെ, ഇവൻ വളരാതെ വേണം ഇവനെ കൊല്ലുവാനുള്ള പദ്ധതികൾ ഒരുക്കി. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ഇന്ന് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലത് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ അതിനെ ചെറുപ്പത്തിൽ തന്നെ നുള്ളിക്കളയാനുള്ള ശത്രുവിന് വലിയൊരു പദ്ധതി. ഹല്ലേലൂയ. അതൊരു പക്ഷെ തലമുറകളായിരിക്കാം, അത് പക്ഷേ അല്ലെങ്കിൽ കുടുംബ ജീവിതങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം. അത് പ്രയോജനപ്പെടുമെന്ന് ഹല്ലേലൂയ പൈശാചിക ലോകത്തിന് തോന്നിയാൽ അതിനെ എവിടെങ്കിലും ഒക്കെ വെച്ച് നുള്ളിക്കളയുവാനായിട്ടുള്ള പിശാചിന്റെ വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവജനം ഈ ഒരു കാര്യത്തെ തിരിച്ചറിയണം. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കാണണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവര് കർത്താവിലേക്ക് വന്നാൽ ഇവര് പ്രയോജനപ്പെടേണ്ടവരാണ്. പക്ഷെ അവരെ എങ്ങനെയെങ്കിലും ഇതിനകത്തേക്ക് അടുപ്പിക്കാതെ വേണം, അവരെ എങ്ങനെയെങ്കിലും ഒക്കെ മിസ്ഗൈഡ് ചെയ്ത് ഇതിനകത്ത് ഒരു തരത്തിലും വരാതെ വേണം പിശാചിന്റെ വലിയ പദ്ധതികൾ നടക്കും. ഹല്ലേലൂയ. ദൈവസഭ ഇവിടെ ആയിരിക്കുമ്പോൾ ചില കുടുംബങ്ങളൊക്കെ ദൈവസഭയിൽ കടന്നു വന്നാല് അവരെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടാകും, ദൈവത്തിന് വലിയ പ്ലാനുകൾ അവരെ കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെയുള്ള ചിലതിനെ ഒന്നും ഒരു കാരണവശാലും ഇതിലേക്ക് കൊണ്ടുവരാതെ വണ്ണം ചില പദ്ധതികൾ ഇതിന്റെ അകത്ത് പൈശാചിക ലോകം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ മോശ ജനിച്ചപ്പോൾ മോശയെ കൊല്ലുവാനുള്ള പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഇങ്ങനെ എല്ലാം ക്രമീകരിച്ചു വെച്ചപ്പോൾ മോശയുടെ മാതാപിതാക്കള് ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങളെയും കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഞങ്ങളെയും കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. തലമുറകളുടെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും അവരുടെ മേൽ കൺട്രോൾ ഇല്ല. പക്ഷെ ഒരു കാര്യം പറയുവാനായിട്ട് കഴിയും, ഞങ്ങളെയും കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും, അവരെ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് കഴിയും, അവരുടെ ജീവിതത്തിൽ നല്ലൊരു റോൾ മോഡലായി നമുക്ക് ആയിത്തീരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാ. ഇത് നാം ചെയ്യണം. ഹല്ലേലൂയ. മോശയുടെ മാതാപിതാക്കൾ മോശ ജനിച്ച സാഹചര്യം വളരെ മോശമായിരുന്നു. ഇവിടുത്തെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാനായിട്ടുള്ള രാജാവിന്റെ കൽപ്പനയുള്ള കാലത്ത് ഹല്ലേലൂയ അവിടെ മോശയുടെ മാതാപിതാക്കൾ വിചാരിച്ചു, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടിയല്ല, ഇവനെ ഒളിപ്പിക്കാവുന്നിടത്തോളം ഞങ്ങൾ ഒളിപ്പിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒളിപ്പിക്കാവുന്നിടത്തോളം നമ്മൾ ഒളിപ്പിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവരെ ദുഷ്ടൻ കൊണ്ടുപോകാതെ അങ്ങ് ഹല്ലേലൂയ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവരെ വിട്ടുകളയാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ അവരെ ഒളിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിനുശേഷം ഇത് കണ്ട് വളർന്ന ആ സഹോദരി ഒരു കാര്യം ചെയ്തു, സഹോദരിയും കൂടെ ഒരു കാര്യം ചെയ്തു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, കളിച്ച് നടക്കേണ്ട പ്രായത്തിലുള്ള കുഞ്ഞ് അത് ഹല്ലേലൂയ മോശയെ നൈൽ നദിയുടെ മേളിലൂടെ ഒഴുക്കി വിട്ടപ്പോൾ സംഭവിച്ച ഹല്ലേലൂയ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് 25 ലക്ഷം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ കൊണ്ട് മരുഭൂമി കടന്ന വലിയൊരു ലീഡറിനെയാണ് ഹല്ലേലൂയ മരണത്തിൽ നിന്ന് അവരെല്ലാരും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. നമുക്കെല്ലാം ഈ ദൈവസഭയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ദൈവസഭയ്ക്കുണ്ട്. ഹല്ലേലൂയ. ദേശത്തെ ഹല്ലേലൂയ അതിനുവേണ്ടി ഇടവിൽ നിൽക്കുവാൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇത് ഞാൻ മാത്രമാണ് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതെങ്കിലും ഇവിടെ ഈ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഹല്ലേലൂയ നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളെല്ലാം ചേർന്ന് നമ്മൾ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ വലിയ ദൈവിക വിടുതലുകൾ ഈ ദേശത്ത് നടക്കുവാനായിട്ട് ഇടയാകും.
ഹല്ലേലൂയ. ഇവരുടെയൊക്കെ കൈയുടെ മേളിലായിരുന്നു കാര്യങ്ങൾ. പക്ഷെ ഇവരെല്ലാരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ, ഇവരെല്ലാരും കൂടെ ചേർന്ന് നിന്നപ്പോൾ, അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തപ്പോൾ, ഹല്ലേലൂയ, അവിടെ വലിയൊരു കാര്യം നടന്നു. അവിടെ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ ഡെലിവറൻസിന് വേണ്ടി ദൈവം കണ്ട ദൈവദാസൻ അവന് ഫറവോന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ എത്തുവാനായിട്ട് ഇടയായി. അങ്ങനെ ഫറവോന്റെ പുത്രി മോശയെ വളർത്തിയപ്പോൾ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ സ്വന്തം അമ്മയ്ക്ക് അതിലെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പൈസ കിട്ടിയ ആകെ മദർ ഒരുപക്ഷെ മോശയുടെ അമ്മയായിരിക്കും. ദൈവം ചില പ്രൊവിഷൻസുകൾ ഉണ്ടാക്കിയാൽ അത് നമ്മുടെയൊക്കെ തലയ്ക്കൊക്കെ അപ്പുറമായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കേൾക്കാനായിട്ട് ഇടയായി. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ഈ ഒരു സ്റ്റോം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്തൂടെ കടന്നു പോകാനായിട്ട് എനിക്കൊരു ചെറിയ ബോട്ട് വേണം. ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടതാ. എന്നാൽ നമ്മുടെ കർത്താവിന് ആ സ്റ്റോമിനെ ശാസിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഞാനൊന്ന് ചിന്തിച്ചു, പലപ്പോഴും പല വിഷയങ്ങളുടെ നടുവില് നമ്മൾ ആ വിഷയത്തിന് ശേഷം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. പക്ഷെ ആ വിഷയത്തെ തന്നെ ശാസിക്കുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. നിങ്ങളൊക്കെ എണ്ണീറ്റിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ എനിക്ക് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും എന്ന് സംസാരിക്കണമെന്ന് ഞാൻ വാസ്തവമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ മോശയുടെ അമ്മ മോശയ്ക്ക് മോശയെ ഫീഡ് ചെയ്യുന്നതിനോടൊപ്പം മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട്. ദിവസത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും മോശയെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. മോശയെ ഒരു ഇസ്രായേലിനാണെന്നുള്ളതും നിന്നെ കുറിച്ച് ദൈവത്തിനുള്ള ഒരു പദ്ധതി ഉണ്ടെന്നും ഹല്ലേലൂയ നീ ഒരു ലേവ്യനാണെന്നും അങ്ങനെയുള്ള വലിയൊരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടെയാണ് മോശ വളരുന്നത്. അതുകൊണ്ടാണ് മോശ ഒരു സമയത്ത് ചെന്നപ്പോൾ തന്റെ കൂട്ടു സഹോദരന്മാരിൽ ഒരുവനെ ഹല്ലേലൂയ മിസ്രയീമിൽ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോൾ താൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെ താൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ തന്റെ അകത്ത് ഈ ബുദ്ധിയെല്ലാം ഇരിക്കുകയാണ്. താനാണ് ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം കണ്ടതെന്നൊക്കെ ഉള്ള വലിയ ചിന്ത തന്റെ അകത്തുണ്ട്. മിസ്രൈമിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ അറിയാം. മിസ്രൈമിൽ നിന്ന് കുറച്ച് ആയുധ പരിശീലനമൊക്കെ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാ തരത്തിലും തന്നെ എക്യുപ്പ് ചെയ്ത് അങ്ങോട്ട് നിന്നപ്പോൾ മോശയ്ക്ക് തന്നെ തോന്നി, ഇതാണ് ടൈം, എനിക്കൊന്ന് ഹല്ലേലൂയ ഇവരുടെ അടുത്തൊന്ന് ചെന്ന് ഒന്ന് ലീഡർ ആവണം. അവിടെ ചെന്ന് മോശയുടെ കയ്യിലുള്ള സ്കില്ലൊക്കെ ഉപയോഗിച്ച് അവിടെ ഒരു സഹോദരനെ വിടുവിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മോശയ്ക്ക് മനസ്സിലായത്, എന്റെ കയ്യിലുള്ള പരിപാടി കൊണ്ടൊന്നും ഇവിടെ നടക്കത്തില്ല. ഇപ്പൊ മോശ വിചാരിച്ചാണ് ഒരുപാട് ഫിലോസഫി തിയറിയൊക്കെ എനിക്കറിയാമല്ലോ, ഞാൻ അവിടെ ചെന്ന് ഇപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരിതൊക്കെ കേട്ട് ഇതിനകത്തുനിന്ന് ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ. പക്ഷെ മോശ അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു പുള്ളി അങ്ങേ പറഞ്ഞിരിക്കുന്നതാണ്. ഈ മിസ്രൈമിനല്ല കൂടെയുള്ള സഹോദരൻ തന്നെ തന്നോട് എതിർത്ത് പറയുന്നത് കേട്ടപ്പോൾ ഹല്ലേലൂയ തനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് പരിപാടി ഒന്നും നടക്കത്തില്ല. അങ്ങനെ മോശ അവിടുന്ന് ഓടിച്ചെന്ന് മരുഭൂമിയില് തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ തീറ്റി അവിടെ ആയിരിക്കുമ്പോഴാണ് നാം ഇന്ന് വായിച്ച ആ ഭാഗം അവിടെ നടക്കുന്നത്. എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. ആരായിരുന്നു മോശയുടെ ആ ഒരു സാഹചര്യത്തിൽ താന് ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുക. ഈ കൊട്ടാരത്തിൽ വളർന്ന് അവിടുന്ന് ആയുധ പരിശീലനമൊക്കെ കഴിഞ്ഞു ഇതെല്ലാം പഠിച്ച് ബുദ്ധിയും ജ്ഞാനം ഫിലോസഫിയും അന്നത്തെ ഏറ്റവും സൂപ്പർ പവറായിരുന്ന ഈജിപ്തിലെ കൊട്ടാരത്തില് താൻ ഒരുപാട് ഫിലോസഫിയും ആർട്ടിക്കിളും ഒക്കെ പഠിച്ച് തനിക്ക് ഇങ്ങനെ വളരെ ബുദ്ധിമാനും മിടുക്കനുമായിരുന്ന മോശയെ മരുഭൂമിയിൽ ദൈവം കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദൈവം കൊണ്ടുവന്നത് തന്റെ പണി എന്തായിരുന്നു? നിങ്ങൾ ആരെങ്കിലും എന്ന് പറഞ്ഞു, ആടുകളെ തീറ്റത്. അപ്പൊ ആടുകളെ തീറ്റുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാത്തവനൊക്കെ ക്ഷമ പഠിക്കും. ഹല്ലേലൂയ.
ഇവിടെ മോശ രാവിലെ ഞാൻ ഇതിനൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാറുണ്ട്. മോശ രാവിലെ ഈ പഠിച്ച ഫിലോസഫിയും തിയറിയും ഒക്കെ വെച്ചിട്ട് മോശ രാവിലെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോഴാണ് ഇങ്ങനെ 100 ആടുകൾ എന്താണ് പുറകെ നടക്കുക. ഈ ഈജിപ്തിലെ ഫിലോസഫി ആടുകളോട് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആടുകളുടെ ഫിലോസഫി മോശ പഠിച്ചു. അങ്ങനെ ആടുകളുടെ ഫിലോസഫി ഒക്കെ പഠിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക. ജീവിതം നമ്മുടെ ഭാഷയെ പറഞ്ഞ കട്ട പുകയായിട്ടിരിക്കുക. അവിടെ ഒന്നും ആയില്ല, ഇവിടെ ഒന്നും ആയില്ല. ഈ മരുഭൂമിയിൽ ഈ ആടുകളുടെ മുമ്പിൽ നിൽക്കുക. സംസാരിക്കാൻ പോലും ഒരു വ്യക്തിയില്ല. തന്നെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മോശ നടക്കുമ്പോൾ മോശയുടെ ഒരു നോർമൽ ഡേയ്സിലാണ് ഈ പറയുന്ന എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ നടക്കാൻ ഇടയായത്. വെരി ഓർഡിനറി ഡേ. അതിന്റെ എക്സോഡസ് 3:1 മുതൽ 3 വരെ മോശ തന്റെ റെഗുലർ ജോബില് ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്താണ് ഹോരേബില് താന് ഹല്ലേലൂയ അപ്പോൾ ഇവിടെ ഇങ്ങനെ മോശ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മുൾപ്പടപ്പ് നിന്ന് കത്തുന്നത് മോശ കാണുന്നു. ഓർഡിനറി ഡേയില് ദൈവത്തിന്റെ ഇന്റർവെൻഷൻ നടക്കുകയാണ്. ദൈവത്തിന്റെ എൻകൗണ്ടർ മോശയോട് നടക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും വളരെ ഓർഡിനറി ആയിട്ടുള്ള ദിവസത്തിലായിരിക്കും ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതൊരു 21 ദിവസത്തെ ഫാസ്റ്റിംഗിൽ നടക്കണമെന്നില്ല, 41 നടക്കണമെന്നില്ല. അത് പക്ഷെ വളരെ റെഗുലർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാം നോർമലായിട്ട് പോകുമ്പോഴായിരിക്കും ദൈവം നിന്നോട് പലപ്പോഴും സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ഉൾപ്പെടപ്പില് ഈ തീ കത്തുന്ന കണ്ടപ്പോൾ മോശ ഒന്ന് മടങ്ങി വന്നു. മോശ ഒന്ന് നോക്കുവാനായിട്ട് മോശ ഒന്ന് അട്രാക്ട് ചെയ്യുന്നതായ ഒരു തീ അവിടെ കത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ദൈവത്തിന് നമ്മളെ മീറ്റ് ചെയ്യുവാൻ, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ. എന്തിനാണ് ഈ ദൈവം ഈ വ്യക്തിപരമായ ജീവിതത്തിൽ എൻകൗണ്ടർ വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ എൻകൗണ്ടർ ഇതുവരെ മോശയ്ക്ക് ഈ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യവും ഈജിപ്തിൽ നിന്ന് പഠിച്ചതുമായിട്ടുള്ള ഒരുപാട് തിയറി മനസ്സിലുണ്ട്. പക്ഷെ ഒരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ ഈ തിയറിയൊക്കെ മാറി അതൊരു വ്യക്തിപരമായ റിലേഷനായിട്ട്. ഹല്ലേലൂയ. ഈ ഒരു പേഴ്സണൽ റിലേഷനിലേക്ക് നീ കയറണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടക്കണം. നമ്മൾ പലപ്പോഴും ഈ ആരാധനയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഇല്ല. ഒരു എൻകൗണ്ടർ നടന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒരു റിലേഷൻ തലത്തിലായിട്ട് മാറും. ഇന്ന് നമ്മുടെ ആരാധന ലീഡ് ചെയ്തപ്പോൾ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നില്ലോ. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് 100 വാക്യങ്ങൾ നമ്മുടെ മനസ്സിലാകാതെ വരും. കർത്താവ് ദൈവം സ്നേഹമാകുന്നു, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ 100 വാക്യങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ജീവിതത്തിൽ നടന്നവൻ, ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് രുചിച്ചറിഞ്ഞവൻ, അവന്റെ ജീവിതത്തിൽ ഇത് മറ്റൊരു ആംഗിളിലായിരിക്കും, മറ്റൊരു ഡയറക്ഷനിലായിരിക്കും, മറ്റൊരു ഡയമെൻഷനിലായിരിക്കും അവന്റെ ജീവിതത്തിൽ ഇത് ഇടപെടുന്നത്. ഞാൻ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സണൽ എൻകൗണ്ടർ നടക്കാത്തടത്തോളം ഇതെല്ലാം തിയറിയാണ്. ഈ പുള്ളി ഇവിടുന്ന് എന്തൊക്കെയോ പറയുന്നു, പക്ഷെ പേഴ്സണൽ എൻകൗണ്ടർ നടക്കുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുവാനായിട്ട് കഴിയും. നോർമൽ ഡേയില് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ, ഡോക്ടർ മുരളീധർ താന് വളരെ ശക്തനായ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാവിന്റെ ദാസനാണ്, താൻ ഡോക്ടറാണ്. താൻ ICPF-ന്റെ ഒക്കെ ദീർഘനാൾ പ്രസിഡന്റായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച ഈ കഥാവിന്റെ ദാസൻ, എനിക്ക് തോന്നുന്നു ഏതാ തന്റെ സ്പെഷ്യാലിറ്റി എന്ന് എനിക്കറിയത്തില്ല. താൻ കൊല്ലത്ത് ഒരു ബെൻസീർ ഹോസ്പിറ്റലില് ഡോക്ടറായിട്ട് ഏറെ നാള് താൻ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു കഥാവിന്റെ ദാസനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷ്യം താനിങ്ങനെ പറഞ്ഞു. താൻ തമിഴ്നാട്ടിലായിരുന്നല്ലോ. താൻ ഒരു ദിവസം ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ നടന്ന ഒരു മീറ്റിംഗ്. അവിടെ എങ്ങനെയോ പുള്ളി ബ്രാഹ്മണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കഥാവിദാസനാണ്. താൻ കേട്ട മറ്റൊരു മീറ്റിംഗിൽ നിന്ന് താൻ കേട്ട ഒരു ദൈവ ശബ്ദം അത് തന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മറിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ.
ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ഒന്നും കൺസിഡർ ചെയ്തിട്ടായിരിക്കത്തില്ല ഈ മീറ്റിംഗ് വന്നത്. ചെറുതെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ കടന്നു വന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് കഴിയും. അടുത്ത ഒരു ഐക്യയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുവാനായിട്ട് കഴിയും. അദ്ദേഹം പറഞ്ഞു, താൻ പോയ ഒരു മീറ്റിംഗ് അല്ല, തന്നെ ഇൻവൈറ്റ് ചെയ്തൊരു മീറ്റിംഗ് അല്ല, താൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരു മീറ്റിംഗിൽ നിന്ന് താൻ കേട്ട ശബ്ദം തന്നെ മാറ്റുവാനായിട്ടിടയായി. ഹല്ലേലൂയ. എൻകൗണ്ടർ നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ഉദാഹരണത്തിന് ഇത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്നു, ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ അറിയണമെങ്കിൽ എന്തുമാത്രം കഷ്ടങ്ങളിലൂടെ, എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാലും അതൊന്നും തന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമായിട്ട് മാറിയില്ല. നിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടന്നാൽ എല്ലാം പിന്നെ വേറൊരു ആംഗിളിലോട്ട് മാറുവാനായിട്ടിടയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ വന്ന് ഈ കർത്താവിനെ ഒന്ന് വാസ്തവമായിട്ട് കണ്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ സ്വത്തോ കുടുംബത്തിലെ സ്വത്തോ അപ്പനും അമ്മയും ഒക്കെ ഹല്ലേലൂയ തള്ളി പറഞ്ഞാലും ഇതൊന്നും നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറത്തില്ല. കാര്യം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ദൈവവുമായിട്ട് നിനക്കുണ്ട്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് നിനക്കുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു അൺഎക്സ്പെക്ടഡ് ഇന്ററപ്ഷൻ അവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ്? ബുഷ് അവിടെ നിന്ന് കത്തുകയാണ്. ഹല്ലേലൂയ. ആ മുൾപ്പടപ്പ് കത്തുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അറ്റൻഷൻ കർത്താവ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. ചില ഡിവൈൻ എൻകൗണ്ടേഴ്സ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഈ വർഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. കാര്യം ഒരുപാട് തലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട, വ്യക്തിപരമായിട്ട് ഇടപെട്ട ഒരു വർഷമായിരുന്നു ഈ വർഷം. അത് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ അത് ആ എൻകൗണ്ടറിലൂടെ ഒക്കെ പോയപ്പോൾ ആ സാഹചര്യം അത്ര സുഖകരമായ സാഹചര്യത്തിലൂടെ ഒന്നും ആയിരിക്കത്തില്ല ദൈവം നമ്മളെ കടത്തിവിടുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ എൻകൗണ്ടറിനുള്ള സിറ്റുവേഷൻസും ടൈമും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം യാക്കോബിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദൈവത്തിന് നമ്മളെ കൊണ്ടുപോയിട്ടാണ് ആ സാഹചര്യത്തില് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആ ടൈമും ദൈവം തന്നെ ഡിസൈഡ് ചെയ്യും. മോശയുടെ ജീവിതത്തിൽ 40 വർഷം താൻ മിസ്രൈമിലായിരുന്നു, വളരെ സന്തോഷമായിട്ട് ഇരുന്നു, ആരോഗ്യവും നല്ല മിടുക്കനായിട്ട് നിന്ന സമയത്തൊന്നും അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടത്. ദൈവം തനിക്ക് പ്രത്യക്ഷനായത് താൻ മരുഭൂമിയിൽ 40 വർഷം കഴിഞ്ഞു. ആ ആടുകളെ തീറ്റി തന്റെ ഇന്ന് പഠിച്ച സ്കില്ലുകളൊക്കെ മറന്നുപോയതിനു ശേഷമാണ് ദൈവം തന്നോട് ഇടപെടുവാനായിട്ടിടയായത്. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ പഴയ സംഭവങ്ങളെയൊക്കെ ദൈവത്തിന് മാറ്റേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ദൈവം ചിലപ്പോൾ നമ്മുടെ ഈ പുതിയ സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ പഴയ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിലേ പുതിയ സോഫ്റ്റ്വെയർ കയറും. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പഴയ സോഫ്റ്റ്വെയറും ഉണ്ട്, പുതിയ സോഫ്റ്റ്വെയറും ഉണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ശരിയാകുന്നതുമില്ല. ഇതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നില്ല, അതങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മിക്കവാറും ഈ പെന്തക്കോസ്റ്റ്. നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതും അതും എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥ. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവത്തിന് പഠിപ്പിക്കണമെങ്കിൽ നിന്റെ പഴയതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കഥാവിനോട് പറഞ്ഞു, കഥാവെ, ഞാൻ പഠിച്ചത് പണ്ടുള്ളതൊക്കെ എന്നെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയത് എന്റെ പേരിൽ പകരണം. ദൈവത്തിന് ഓരോ വർഷവും ഓരോ ദിവസവും ദൈവം നിന്റെ അകത്ത് പുതിയത് പകരണം. അല്ലെങ്കിൽ നമ്മൾ ആ പഴയ സംഭവം കൊണ്ട് മാത്രം ഇരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഇന്ന് കാണുന്നതിനോടൊന്നും നമുക്ക് അങ്ങോട്ട് യോജിച്ച് പോകാനും പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. കർത്താവേ, എന്നോട് ഇന്ന് പുതിയത് എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ മുൾപ്പടപ്പ് വെന്തു പോകാതെ ഒരു കാഴ്ച മോശ കാണുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ദിവസം പറഞ്ഞത് ഞാൻ ഓക്കെയാണ്. ഈ മുൾപ്പടപ്പ് കത്തുന്നത് ഒരു സുഖമില്ലാത്ത ഒരു ചെടിയാണ് മുൾപ്പടപ്പ്. അത് മരുഭൂമിയുടെ നടുവിൽ നിന്ന് ഒരു മുൾപ്പടപ്പ് കത്തുമ്പോൾ ഒരു മനുഷ്യന് നോക്കാത്ത ഒരു സാധനമാണ് മുൾപ്പടപ്പ്. കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് ഒരു സുഖമില്ലാത്തൊരു സംഭവം. പക്ഷേ അത് കത്തിയപ്പോൾ മോശ അത് കാണുവാനായിട്ട് വന്നു. ഹല്ലേലൂയ. പറഞ്ഞതിന്റെ ദൂത്, നീ ഒന്ന് കത്തിയാൽ നീ ഏത് സ്ഥലത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും
നിന്നെ ഹല്ലേലൂയ കാണാനായിട്ട് ആൾക്കാർ അവിടെ വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കത്താത്തത് കൊണ്ടാ ഈ വിലയില്ലാതെ ഇരിക്കുന്നത്. നീ ഒന്ന് കത്തിയാല് സ്ഥലവും സാഹചര്യവും നിന്റെ അവസ്ഥയും വിദ്യാഭ്യാസവും ഒന്നും ഒരു പ്രശ്നമല്ല. ദൈവം നിന്നെ ഹല്ലേലൂയ ചിലരെയൊക്കെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവസഭയായിട്ട് നാമം ഒന്ന് കത്തുന്നവരായിട്ട് മാറട്ടെ. ഇവിടെ ഒരു ഡിവൈൻ എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നാം കാണാനായിട്ട് ഇടയാണ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങൾ ഇവിടെ ഒരു ഉൾപ്പടപ്പ് കത്തിയപ്പോൾ തന്റെ അറ്റൻഷനെ അതിനകത്തോട്ട് ഡ്രോ ചെയ്യുക. അതുപോലെ ഈ സുവിശേഷത്തെ കുറിച്ചും ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും വലുതായിട്ടൊന്നും സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ആൾക്കാരോട് പറയുന്ന ചെറിയ വാക്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ അത് മതി അവരെ കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്മച്ചി ഇരുന്നു. അമ്മച്ചി വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ഒരു അമ്മച്ചിയായിരുന്നു. അവരോട് ഇങ്ങനെ സംസാരിച്ച വഴിക്ക് ഞങ്ങള് വിശ്വാസത്തെ കുറിച്ചുമൊക്കെ എനിക്ക് അമ്മച്ചി കണ്ടപ്പോഴേ എനിക്കറിയാം ഒന്നില്ലെങ്കിൽ ഏതോ ഒരു ഓർത്തഡോക്സ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു അമ്മച്ചിയാണ്. അതാണ് സുവിശേഷത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വിശ്വാസത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴ് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബോൺ അഗെയിൻ ആണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴ് അമ്മച്ചി പറഞ്ഞു, എൻ്റെ ഒരു മോനും അവൻ ഡോക്ടറായിരുന്നു, അവനും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലാണ് പോകുന്നേ. അതെന്തുവാന്ന് ചോദിച്ചാൽ അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയുടെ ഓണസ്റ്റ് ഹാർട്ടിൽ നിന്ന് അമ്മച്ചി പറഞ്ഞു, അവൻ ഇങ്ങനെ ട്രെയിനകത്ത് കണ്ട് പോയിരുന്നേ മോനെ. അപ്പൊ ആരാണ്ട് വന്ന് ചോദിച്ചു, ഇന്ന് നീ മരിച്ചാ എവിടെ പോവാ? ആ പോട്ടൻ അത്ര കേട്ടോണ്ട് അങ്ങ് വിശ്വാസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മൾ പലപ്പോഴും പലരോടും പറയുന്ന ചെറിയ വാക്കുകൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. സ്തോത്രം. ചെറിയ ഉൾപ്പടപ്പ് കത്തുന്നത് കണ്ടപ്പോഴാണ് മോശയുടെ ഹല്ലേലൂയ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു വിഷയത്തിലേക്ക് മോശ വരുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം വെളിപ്പെടുത്തിന്റെ നടുവിൽ നിന്നും അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കലകാമെന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുമെന്നും അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, ഇസ്രായേലിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിബ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങാതിരിക്കും. അവിടെ എനിക്ക് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പദം, ഹി സീസ് അവർ സഫറിംഗ്. നമ്മുടെ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത അവൻ കണ്ടു. ഹല്ലേലൂയ. ഇതിലൂടെ എഴുതിയിരിക്കുന്നു, ഹിയേഴ്സ് അവർ ക്രൈസ്, നോസ് അവർ പെയിൻ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ കരച്ചിൽ കേൾക്കുന്നെന്ന് പറഞ്ഞാല് നമ്മൾ ചിലപ്പോ ഈ വാവിട്ട് കരഞ്ഞു കഴിഞ്ഞാല് അടുത്തിരിക്കുന്നവരൊക്കെ കേൾക്കും. നമ്മൾ കരയുന്നത് ഒരു പക്ഷെ അടുത്തിരിക്കുന്നവരൊക്കെ കാണും. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിൽ കരഞ്ഞാൽ ആലും എന്റെ ദൈവം കേൾക്കും. ഹല്ലേലൂയ. ആ വീട്ടിൽ കരഞ്ഞാലും എന്റെ ദൈവം കേൾക്കും. കാര്യം ദൈവത്തിന് നമ്മളോട് അത്രയ്ക്ക് കരുണയുള്ള ദൈവം. ഈ ജനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും, ഇസ്രായേലിലെ ഈ ജനം കഷ്ടപ്പാടിൽ പോകുമ്പോഴും, അവരുടെ കയ്യിലിരിപ്പോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ഇവിടെ പറയാണ്, അവരെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. നിന്റെ കരച്ചില് കേൾക്കുന്ന ഒരു ദൈവം, നിന്റെ പെയിനെ അറിയുന്ന ഒരു ദൈവം, നിന്റെ വേദന അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേദന എങ്ങനെ മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന പറ്റത്തില്ല.
എങ്ങനെയാ വേദന പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ചിലപ്പോൾ ഡോക്ടർമാർ ചോദിക്കും, ഔട്ട് ഓഫ് ടൺ നിങ്ങളുടെ വേദന നിങ്ങൾ എങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ഏത് ഔട്ട് ഓഫ് ടൺ? വേദനയാണെങ്കിൽ വേദന, അല്ലെങ്കിൽ അല്ല എന്നാലും നമുക്കൊരു നമ്പറൊക്കെ ഇങ്ങ് പറയും. കാര്യം ഞാൻ വിചാരിക്കുകയായിരിക്കും ഇത് ആരോട് പറയാനാ, പക്ഷെ എന്റെ ദൈവത്തിന് നിന്റെ വേദന അറിയാൻ പറ്റും. ഹല്ലേലൂയ. ചിലപ്പോൾ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നീ പറയാതെ നിന്റെ വേദനയെ, ഹല്ലേലൂയ, നീ കരയാതെ നിന്റെ കരച്ചിലും, നീ പറയാതെ, ഹല്ലേലൂയ, അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയാണ് ഇസ്രായേൽ ജനത്തിനോട് വേദന ഞാൻ കണ്ടു. ദൈവം അവിടെ പറയുന്നു, നീ എന്റെ അടുത്തോട്ട് വരലെന്ന് പറയുമ്പോഴും അവിടെ ദൈവം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. താൻ പറയാണ് തന്റെ വിശുദ്ധി കാരണമാണ് താൻ പറഞ്ഞത് നീ എന്റെ അടുത്തിലേക്ക് വരരുതെന്ന്. എന്നിട്ട് ദൈവം അവിടെ പറയുന്ന ഒരു കാര്യം, I have come down to rescue them. ഹല്ലേലൂയ. പറയുകയാണ്, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. I have come down to rescue them. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം ഇന്റർവീൻ ചെയ്യുന്ന ഒരു ദൈവമാണ്. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതിനകത്ത് ഇന്റർവീൻ ചെയ്യുന്ന ദൈവമാണ്. എത്ര പേർക്ക് പോസിറ്റീവ് ലൈഫിനകത്ത് പറയാനായിട്ട് കഴിയും, എന്റെ വേദനയിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ, ഹല്ലേലൂയ, ഞാനൊരു ലിമിറ്റ് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച സമയത്ത് എന്റെ വിഷയത്തിൽ ഇന്റർവീൻ ചെയ്ത ഒരു ദൈവം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത. പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന്. ആ കപ്പാസിറ്റി വരെ ദൈവം ഒരുപക്ഷെ ഇടപെടത്തില്ലായിരിക്കാം. പക്ഷെ നിനക്ക് കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എന്റെ ദൈവം ഇന്റർവ്യൂ ചെയ്യും. ഹല്ലേലൂയ. മോശയോട് പറയാ, എനിക്കവിടെ ഇരിക്കപ്പുറയില്ല, എനിക്കവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടപ്പോൾ എനിക്ക് ഇന്റർവ്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരാളെ കണ്ടത്, അത് നീയാണ്. നീ പോകാൻ റെഡിയാണോ? ഹല്ലേലൂയ. ദൈവം മറക്കാത്ത ദൈവം, ഗോഡ് ഹു റിമെമ്പർ. പറയാണ്, ഞാൻ ഐ ആം ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ഇത് തന്റെ വാഗ്ദത്തങ്ങളെ, തന്റെ പ്രോമിസുകളെ ഒരിക്കലും മറക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He keeps his covenant promises. Hallelujah. ദൈവത്തിന്റെ മോശയുടെ റെസ്പോൺസ് അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മോശയുടെ റെസ്പോൺസ് അത് 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യത്തിലാണ് മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. മോശ പറയാണ്, Who am I that I should go? അതാണ് മോശയുടെ ആദ്യത്തെ ചോദ്യം. ഞാൻ അവരുടെ അടുക്കല് ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തുമാത്രമുള്ളൂ, ഞാൻ എന്തുമാത്രമുള്ളൂ. ഹല്ലേലൂയ. ഇതാണ് ദൈവം ആഗ്രഹിച്ച ഒരു സ്റ്റേജ് മോശയുടെ ലൈഫില്. പ്രൈസ് ദി ലോർഡ്. പണ്ട് മോശയ്ക്ക് ഈ പഠിത്തം എല്ലാം കൂടെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവരങ്ങ് മിസ്രൈമിലെ പഠിത്തം, അവിടുത്തെ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ വെച്ചിട്ട് ഇവരുടെ കോൺഫിഡൻസിനെ മാക്സിമം അങ്ങ് ബൂസ്റ്റ് ചെയ്ത് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ മിസ്രൈം, അവിടെ ഇവർക്ക് ലഭിച്ച ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഞാൻ പൂർണ്ണമായിട്ട് മിസ്രൈം ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പൊ മോശ വിചാരിച്ചു, എന്റെ കയ്യിലെല്ലാം ഉണ്ട്, എന്റെ കയ്യിലെല്ലാം ഉണ്ട്, ഈ ജനത്തെ നയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിൽ. അല്ല, ഞാൻ പറഞ്ഞവർ കേൾക്കും, അധികാരമുണ്ട്, പവറുണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ 40 വർഷം ഈ ആടുകളുടെ കൂടെ കിടന്ന് കടുപിടി, അല്ലെങ്കിൽ ആടുകളെ വളർത്തി മോശയുടെ ഈ സംഭവം എല്ലാം പോയി, ആരോഗ്യം പോയി, പഴയ പഠിച്ച സംഭവം എല്ലാം മറന്നുപോയി.
പൈതഗോറസ് തിയറമൊക്കെ ഇപ്പൊ ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാം. എല്ലാം മറന്നുപോയി. ഇതെല്ലാം മറന്നുപോയി. എല്ലാം മറന്ന് ഒരു പരുവായി കഴിഞ്ഞപ്പോഴ് കഥാവ് പറയാണ്, ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം. ഇപ്പൊ മോശം വെച്ച് ഞാൻ എന്തോളൂ, വേറെ ആരെങ്കിലും പോയി നോക്കുക, കഥാവേ എന്നെ ഒന്നും പറ്റത്തില്ല. ദൈവത്തിന് സ്റ്റേജിലോട്ട് കൊണ്ടുവന്നിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ കയ്യിലുള്ള സംഭവം ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതാ പറയാം, അല്ല നീ തന്നെ പോയാൽ മതി. എത്ര രസകരമായ ഒരു സംസാരമാണ്. മോശം വിചാരിക്കുക, നല്ല പ്രായം നല്ല എന്നെ പറ്റുന്ന കാലത്ത് ഈ പുള്ളി തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാൻ അവിടെ പോയി നാണം കെട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് എന്നെ ഇപ്പോഴാണ് പറയാണ്, നീയാണ് ബെസ്റ്റ്. ഹല്ലേലൂയ, നീയാണ് ബെസ്റ്റ്. ഹല്ലേലൂയ. ഈ രാജ്യത്തൊക്കെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന ഈ രാജ്യത്തൊക്കെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള നമ്മളാണ് ബെസ്റ്റ്. ഒരു മോഡിഫിക്കേഷൻ ഇല്ലല്ലോ. ഹല്ലേലൂയ, നമ്മളാണ് ബെസ്റ്റ്. അപ്പൊ ദൈവം ഒരാളെ ബെസ്റ്റായിട്ട് തിരഞ്ഞെടുത്താൽ ഒരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, നീ ദൈവത്താൽ ഐക്യപ്പെടുന്ന വ്യക്തിയാണ്. നീ ദൈവത്താൽ ഐക്യപ്പെടുന്ന വ്യക്തിയാകുമ്പോൾ കാര്യങ്ങളെല്ലാം മാറും. ദൈവം പറയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ അയക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. പക്ഷേ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, who am I that I should go? ഹല്ലേലൂയ. എന്നാൽ ആ ദൈവവുമായിട്ടുള്ള ഡിവൈൻ എൻകൗണ്ടർ അത് അവന്റെ ലിമിറ്റേഷൻസിനെ റിവീൽ ചെയ്യുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിതത്തില് ഒരിക്കലും ഇതൊരു വീക്ക്നെസ് അല്ല. നമ്മളെ ദൈവം റിവീൽ ചെയ്ത് തരികയാണ്, യു ആർ വീക്ക് എന്ന് റിവീൽ ചെയ്ത് തരുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങ് സെൽഫിറ്റി ആകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ നിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ആ ഒരു സ്റ്റേജിലോട്ട് വന്നാൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാവും. എന്നെങ്കിലും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത നിന്റെ അകത്ത് വന്നാൽ, ഇത് അങ്ങയിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നീ വന്നാൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ നീ പിന്നെയും ഈ മരുഭൂമി കിടന്ന് ചുറ്റിക്കഴിയും. അവിടെ സ്റ്റേജ് വരുന്നത് വരെ. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും ഇത് തന്നെയാണ്. ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണെങ്കിൽ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന അല്ലാതെ ഇതിന്റെ അടുത്തൊരു പടി നീ കയറത്തില്ല. ഹല്ലേലൂയ. ഇത് കയറണമെങ്കിൽ നീ ഒന്ന് താഴെ വരണം. എന്റെ അകത്തൊരു ചിന്ത വരണം, കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ എന്നൊരു ചിന്തയിലോട്ട് വന്നാൽ അവിടെ ദൈവത്തിന് എന്നെ പണിയാനായിട്ടുണ്ട്. എന്തിനാണ് ദൈവസഭയെ ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാല്, നമ്മുടെ സമയം വെറുതെ കളയാനുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസം മുമ്പിട്ട് ഈ ഒരു സ്റ്റേജിലോട്ട് വന്നാൽ ഒരു ദിവസം മുമ്പ് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരു ദിവസം മുമ്പ് നമ്മുടെ ഈ വീക്ക്നെസ് ഒന്ന് മനസ്സിലാക്കിയാൽ ഒരു ദിവസം മുമ്പിട്ട് ദൈവത്തിന് നമ്മളെ അയക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ അയക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവം കണ്ടതാണ്. ദൈവത്തിന് നമ്മളെ പലയിടത്തും അയക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ട്. പക്ഷെ നീ ആ ഒരു സ്റ്റേജിലേക്ക് വരണം. ഹല്ലേലൂയ. അല്ലാതെ നീ സെൽഫായിട്ട് പോയാൽ എങ്ങും ജയിക്കാൻ കഴിയത്തില്ല. മോശം സെൽഫായിട്ട് പോയി നോക്കിയതാ, നടന്നില്ല. ദൈവത്താൽ അയക്കപ്പെടട്ടെ, അപ്പൊ കാര്യങ്ങൾ മാറും. അപ്പൊ നിനക്ക് ഇപ്പൊ ദൈവം പോകും. ഇത് കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് മോശ പിന്നെ പറയുന്നത്, കർത്താവേ നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എങ്ങും പോകണ്ട, US പോകണ്ട, കാനഡയിൽ പോകണ്ട, ഓസ്ട്രേലിയയിൽ പോകണ്ട, എങ്ങും പോകണ്ട. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ, അതിനകത്ത് മോശ രണ്ടാമത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ ഞാൻ ആരുമല്ല. രണ്ടാമത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സഫിഷ്യൻസി എന്താണെന്ന് ദൈവം മോശയോട് സംസാരിക്കുകയാണ്. നീ ആരും അല്ലൊന്ന് സംസാരിച്ചു കഴിഞ്ഞെങ്കിലേ ദൈവത്തിന്റെ സഫിഷ്യൻസി നിന്നോട് സംസാരിക്കത്തുള്ളൂ. നീ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ചിലരുണ്ടല്ലോ, ഹല്ലേലൂയ, അവര് വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ ദൈവത്തിന് നിന്റെ ജീവിതത്തില്
എവിടെങ്കിലും ഇച്ചിരിയെങ്കിലും റൂമുണ്ടോ? ഇച്ചിരിയെങ്കിലും റൂമുണ്ടോ? കർത്താവേ, ഈ ഒരു ഏരിയയില് ഞാൻ വീക്കാം, നീ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ നീ എന്നെ ഒന്ന് മോൾഡ് ചെയ്യണം. ഈ ഒരു ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിന് തന്നെ പണിയാനായിട്ട് കഴിയും. ഈ ക്യാൻ മോൾഡ് യു. അവിടെ ദൈവം പറഞ്ഞ ഒരു ദൈവം മോശയോട് സംസാരിച്ച ഒരു കാര്യമാണ് 14-ാമത്തെ വാക്യം. അതിന് ദൈവം മോശയോട് ഞാൻ ആലോചിക്കാൻ മോശയുടെ ഒരു അവസ്ഥ നമ്മളെ ആരാന്ന് ചോദിച്ചപ്പോൾ പറയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞാൽ എന്തുമായിരിക്കും അവസ്ഥ? ഹല്ലേലൂയ. ദൈവം അവനെ മോശം പഠിപ്പിക്കുന്ന ഒരു കാര്യം, എന്റെ സഫിഷ്യൻസി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു എൻകൗണ്ടറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒറ്റ കാര്യം ഇതായിരിക്കും, ഗോഡ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു എൻകൗണ്ടർ നടന്നു എന്ന് മനസ്സിലാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണെങ്കിലും ഗോഡ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. ഹല്ലേലൂയ. എന്റെ കാര്യങ്ങൾ ശക്തനായ ദൈവമാണ് എന്നുള്ള വലിയൊരു ബോധ്യം നിങ്ങളുടെ അകത്തേക്ക് ഉണ്ടാകാനായിട്ട് ഇടയാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ സൈഡിലോട്ടൊന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ഹല്ലേലൂയ ഒരു എൻകൗണ്ടറിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ മെസ്സേജിലൂടെ ആയിരിക്കും, നിങ്ങൾ കേൾക്കുന്ന മെസ്സേജിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരു വേദഭാഗത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാടുന്ന ഒരു പാട്ടിലൂടെ ആയിരിക്കും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഹല്ലേലൂയ. അതൊരു പക്ഷെ ചെറിയൊരു കാര്യമായിരിക്കും, വലിയ ഭൂകമ്പമൊന്നും ഉണ്ടായില്ല. ഒരു ഉൾപ്പടത്തില് ഒരു എന്താ പറഞ്ഞ ഹല്ലേലൂയ ഒരു മുൾപ്പടപ്പ് നിന്ന് കത്തുന്നതാ മോശ കണ്ടത്. അതൊരു നോർമൽ, അതൊരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനകത്തൂടെ ദൈവത്തിന് സംസാരിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിനകത്തൊരു വിശ്വാസമുണ്ട്? ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചില പദങ്ങളുണ്ടല്ലോ, അതിനകത്തൂടെ ദൈവത്തിന് സംസാരിക്കാനായിട്ട് കഴിയും. വളരെ വ്യക്തമായിട്ട്. ഹല്ലേലൂയ. അതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെ ചില വിഷയങ്ങളോട് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് അന്ന് രാത്രിയിൽ ഇനി അത് യെരമ്യാവ് ആണെങ്കിലും സംസാരിക്കും, എസക്കിയേൽ ആണെങ്കിലും സംസാരിക്കും, മത്തായി ആണെങ്കിലും സംസാരിക്കും, സങ്കീർത്തനമാണെങ്കിലും സംസാരിക്കും. അതിനകത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനായിട്ട് കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ അകത്ത് നിന്റെ കണ്ണുകളൊന്ന് തുറന്നിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാനായിട്ട് കഴിയും. നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനായിട്ട് കഴിയും. ഈ വർഷത്തിന്റെ അവസാനം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരുപക്ഷെ വലിയൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ചെറിയ ഒരു വചനത്തിന്റെ ഹല്ലേലൂയ, ആ വചനത്തിന്റെ ഒരു പീസ് മതി നിന്റെ ജീവിതം മാറ്റുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു മഹാപരാജയമായിരുന്ന മോശ കണ്ട ഒരു മുൾപ്പടപ്പ് അത് തന്റെ ജീവിതത്തെ വലിയൊരു ലീഡറാക്കി മാറ്റുവാനായിട്ടിടയായി, തന്റെ ജീവിതത്തെ ആടിമുടി മാറ്റുവാനായിട്ടിടയായി. ഇന്ന് നിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ മുൾപ്പടപ്പുകൾ കത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഞാൻ ചോദിച്ചാൽ മനസ്സിലായി? അല്ലേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുൾപ്പടപ്പുകളൊക്കെ കത്തുന്നുണ്ട്, അത് കത്തി എഴിഞ്ഞിട്ട് പോകാറുണ്ട്. നമ്മൾ കാണാറുമില്ല, നമ്മൾ കേൾക്കാറുമില്ല. വന്നിട്ട് നമ്മൾ നമ്മുടെ പാട്ടിൽ അല്ലെ, നമ്മുടെ കാതുകളും ഇതൊക്കെ ഒന്ന് തുറന്നിരിക്കട്ടെ, നമ്മുടെ അകത്തെ കണ്ണുകളൊക്കെ ഒന്ന് തുറന്നിരിക്കട്ടെ. എപ്പോഴും ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ഏത് സമയത്താ ദൈവത്തിന് പ്രവർത്തിക്കാൻ ആഗ്രഹം എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആ ഒരു ടൈം ഉണ്ടല്ലോ, അതൊരു മൊമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറ്റൻറ്റീവായിട്ടിരിക്കണമെന്ന് പറയുന്നത്, ആ മൊമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊരിക്കലും മിസ്സായി പോകരുത്. രണ്ടാമത് ഹല്ലേലൂയ, ഹൂ ആം ഐ എന്നുള്ളൊരു ചോദ്യം. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് ഹല്ലേലൂയ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ ലിമിറ്റേഷൻസ് അതിന് ഹല്ലേലൂയ, അല്ലെങ്കിൽ എനിക്കത് കഴിയത്തില്ല, എനിക്ക് അത്രയും ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല, എനിക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും വിദ്യാഭ്യാസമില്ല, ഇതൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. രാത്രി നിന്റെ ജീവിതത്തിൽ വേണ്ടത്, ഇതിനെല്ലാം ഉപരിയായി നിന്റെ ജീവിതത്തിൽ വേണ്ടത് ഒരു എൻകൗണ്ടർ. എൻകൗണ്ടർ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ
റിലേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായ എൻകൗണ്ടേഴ്സ്. മനസ്സിലായി? ദൈവത്തെക്കുറിച്ച് മോശയ്ക്ക്, പക്ഷെ ഒരു എൻകൗണ്ടറിന് ശേഷം ഒരു റിലേഷനായി, ഒരു കവനന്റ് ആയിട്ട് മാറുവാനായിട്ട് ഇടയായി. കർത്താവ് പറയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, അല്ലെങ്കിൽ അവരോട് ചെയ്ത നിയമത്തെ പാലിക്കുന്ന ദൈവം, ഞാൻ നിന്നോടും ഒരു കവനന്റ് ചെയ്യുവാനായിട്ട് ഹല്ലേലൂയ ഇന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന് ഒരു കവനന്റ് ഹല്ലേലൂയ ഉണ്ടാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ റെഡിയാണെന്നുള്ളതാ ചോദ്യം. മൂന്നാമത്തെ ഹല്ലേലൂയ ഒരു പോയിന്റ്, ഹല്ലേലൂയ മോശ ദൈവസന്നിധിയിൽ വന്നപ്പോൾ മോശയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കം വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് റെവറൻസ്. ഹല്ലേലൂയ, റെക്കഗ്നൈസ് ദ ഗോഡ്സ് പ്രസൻസ്. പലപ്പോഴും നാം ദൈവസന്നിധിയിലായിരിക്കുന്ന റെവറൻസ് ഉണ്ട്. പറയാണ്, മോശയോട് പറയാണ്, ഇത് വിശുദ്ധ സ്ഥലമായാൽ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ സ്റ്റാൻഡിലൊക്കെ ഒന്ന് മാറ്റണം. നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇച്ചിരി വിശുദ്ധിയോടുകൂടെ വരണം, അറ്റൻറ്റീവായിട്ട് വരണം. നീ ഹല്ലേലൂയ വന്നതുപോലെ വരരുത്. എന്റെ സൈഡിലോട്ട് വരുമ്പോൾ വിശുദ്ധിയോടെ കടന്നു വരുവാനായിട്ട് നിന്റെ ജീവിതം ഒന്ന് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധിയിലേക്ക് ഒന്ന് കയറുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടറിലേക്ക് ദൈവത്തിന് നമ്മളെ നടത്തുവാനായിട്ട് ആഗ്രഹമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എണീക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ നമ്മുടെ എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.